ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എഗെയിൻ ഒരു റിവ്യൂ ആണ് ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റിന്റെ. അതിനു മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അതുപോലെ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഉണ്ടാവും. സോ അതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇന്ന് വീഡിയോയിൽ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് ഈ ഐക്കോണിക് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ സൂപ്പർ ക്രിംബർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്രിംബർ ആണ്. ഇപ്പൊ ഇതിനകത്ത് സാധനം ഇല്ല, ബോക്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു എമൗണ്ട് വരുന്നത് 4900 രൂപയാണ്. ഇത് അടിപൊളി ഒരു ക്രിംബർ ആണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഒരു ക്രിംബർ ആണ്. നമ്മുടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഒക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പണി കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ക്രിമ്പിങ് നമുക്കറിയാം, നോർമലി നമ്മൾ നോർമൽ ക്രിംബർ ആണെന്നുണ്ടെങ്കിൽ, മാനുവൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൈവച്ചിട്ട് ഇങ്ങനെ ക്രിംബ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. പക്ഷെ ഇത് തന്നെത്താനെ ചെയ്തോളും. അതാണ് ഇതിന്റെ വ്യത്യാസം. അപ്പൊ തന്നെ മടിച്ചികളായിട്ടുള്ള എന്നെ പോലുള്ള ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ചെറിയ ചെറിയ ഡിസ്അഡ്വാൻറ്റേജസ് ഇതിനുണ്ട്. സോ ഞാൻ അതും പറയാം. അപ്പൊ ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഓട്ടോ റൊട്ടേറ്റിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ സെറാമിക് ഹീറ്റ്, അതെല്ലാ ഐക്കോണിക്കിന്റെ പ്രൊഡക്റ്റിലും ഉള്ള സാധനമാണ്. സെറാമിക് ഹീറ്റിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് ഇതിനകത്ത് 190 തൊട്ട് 230 വരെയുള്ള ഡിഗ്രി സെൽഷ്യസ് വരുന്നുണ്ട്. 13 മിനിറ്റ്സ് കഴിയുമ്പോൾ ഓട്ടോ ഷട്ട് ഓഫ് ആകുന്നത്. ഇൻസ്റ്റന്റ് ഹീറ്റപ്പ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ക്രിംബർ ആണ് എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ക്രിംബർ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഷെയ്ഡ് വരുന്ന ഒരു ഗ്രേ പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാം, ഇവരുടെ തന്നെ ഐക്കോണിക്കിന്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാം. എല്ലായിടത്തും നമുക്ക് ഓഫർ ഉണ്ടാവും. അപ്പൊ അത്യാവശ്യം വയർ ലെങ്ത് ഒക്കെ, ഞാനിപ്പോ അവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ്, വയർ ലെങ്ത് ഒക്കെ ഉള്ള ഒരു നോർമൽ ഒരു സാധനമാണ്. പക്ഷെ ഇതിന്റെ കയ്യിലുള്ളത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഐഡിയ സാധനങ്ങളാണെന്നുള്ളത്. അപ്പൊ ഇത് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇത് ഓഫായി. ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഓൺ ആകും. ആദ്യം വരുന്നത് 190ലേക്കാണ് ഡിഗ്രി വരുന്നത്. ദെൻ അത് 210ലേക്ക് നമുക്ക് എഗെയിൻ ഒറ്റ ക്ലിക്കിൽ നമുക്ക് 210 ഇടാം. ദെൻ അഗെയിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ 230 ആകും. ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് കണ്ടീഷൻ വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ 210 ആണ് ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പൊ ഞാൻ ഓൾറെഡി ഇതിന്റെ ഒരു വീഡിയോ എടുത്തായിരുന്നു, പക്ഷെ അത് ചളവളമായി പോയി. അതുകൊണ്ടാണ് ഞാൻ എഗെയിൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോ ഹെയർ എടുക്കുക, കുറച്ചൊരു പോർഷൻ നമ്മൾ ഹെയർ എടുക്കുക. അപ്പൊ ക്രിംബ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. ക്രിംബ് ചെയ്യുന്നത് നമ്മുടെ ഹെയറിന് എന്തെങ്കിലും ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയറിന് നമ്മുടെയൊക്കെ ആവശ്യമുള്ള രീതിയിലേക്ക് ടെക്സ്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിംബ് ചെയ്യുന്നത് നമ്മുടെ ഹെയർ. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. ഈ രണ്ടെണ്ണം ഇത് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. ഒന്ന് നൈസ് ആയിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാൽ മതി, തന്നെത്താനെ ക്രിംബായി വന്നോളും. കണ്ടല്ലോ, ജസ്റ്റ് ഒരു തവണ ചെയ്തപ്പോഴത്തേനും എത്ര പെർഫെക്ഷൻ ആയിട്ടാണ് വന്നേക്കുന്നത് നോക്കിയ ക്രിംബിങ്. നമ്മൾ നോർമൽ കൈവച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിംബ് ചെയ്ത് ശരിക്കും നമ്മൾ എത്രത്തോളം അമർത്തുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. നല്ലോണം അമർത്തിയില്ലെങ്കിൽ എഗെയിൻ ഇത് ഒരിക്കൽ കൂടെ ചെയ്യേണ്ടി വരും. അപ്പോ ഇത് ഇങ്ങനെ വെക്കുക. ജസ്റ്റ് നമ്മളിത് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി, തന്നെത്താനെ എന്തായിക്കോളും, ക്രിംബായി വന്നോളും. കണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, തന്നെത്താനെ ക്രിംബായി വരും. ഇത് ഓൾറെഡി ഞാൻ ക്രിംബ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് കുറച്ചും കൂടി ക്രിംബായി. കണ്ടോ, ആഫ്രിക്കക്കാരുടെ കൂട്ടായി. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് ഓഫ് ചെയ്തു ഞാൻ. ഇനി ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ടെമ്പറേച്ചർ മനസ്സിലായാലും 3 ടൈപ്പ് ടെമ്പറേച്ചർ, 3 രീതിയിൽ നമുക്ക് ടെമ്പറേച്ചർ ചെയ്യാം. ലോങ് പ്രസ് ആണ് ഓൺ ഓഫ് വരുന്നത്. ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഇത് റൊട്ടേറ്റ് ആവുന്നത് കാണാം. ഓട്ടോമാറ്റിക് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഇത് നമ്മുടെ ഹെയറിനെ ഈ ഒരു ക്രിംബിങ് പരുവത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് മൊത്തത്തിൽ നമ്മുടെ ടൈം മാനേജ്മെന്റിനും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, ആയാസമില്ലാതെ പണിയെടുക്കാനും ഒക്കെ നല്ല രീതിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബട്ട് ചെറിയൊരു ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഇതിപ്പോ ഈ ഒരു ഏരിയയിലൊക്കെ ചെയ്യുവാണെന്ന് വിചാരിക്കും. ഇപ്പൊ ഈ ഒരു ഏരിയ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് എത്ര എടുത്തെന്ന് പറഞ്ഞാലും നമുക്കിത് ഇത്രയും ഗ്യാപ്പ് വരും. മനസ്സിലായി? ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഹീറ്റ് എങ്ങനെയാണ്, നമുക്ക് തലയിൽ എത്രത്തോളം ഹീറ്റ് വരുന്നുണ്ടെന്നുള്ളതൊക്കെ. പക്ഷേ നമ്മൾ വേറൊരാൾക്ക് ഇത് ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ എന്തായാലും പക്ക ഈ ഒരു അറ്റപ്പറ്റേ നമ്മൾ പിടിക്കില്ലല്ലോ. കുറച്ചും കൂടെ വിട്ടിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്രിംബർ വെച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോ ഇത് ഒരു സൈഡിലേക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വർക്ക് ചെയ്യത്തുള്ളൂ. അതായത് നമ്മളിത് എപ്പോഴും ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് നമ്മളിത് തിരിച്ചു പിടിച്ചാൽ ഇത് മുകളിലോട്ടേ പോകത്തുള്ളൂ. മനസ്സിലായോ? ക്രിംബിങ് അങ്ങനെയാണ് വരുന്നത്. അതായത് ഇത് ഇങ്ങനെ പിടിച്ചാൽ നമ്മൾ താഴത്തോട്ട് പോകും,
ഇങ്ങനെ പിടിച്ചാൽ കൃത്യമായിട്ട് അല്ല, ഇങ്ങനെ പിടിച്ചാൽ ഇത് മുകളിലോട്ട് പോകും, ഇങ്ങനെ പിടിച്ചാൽ ഇത് താഴത്തോട്ട് വരും. അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. വേണ്ട സൂപ്പർ ക്രിംബർ എന്ന് എഴുതിയേക്കണം, നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് നോക്കിക്കോളൂ. സൂപ്പർ ക്രിംബർ എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഈ സൂപ്പർ എന്നുള്ളത് നേരെ പിടിച്ചാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇത് മുകളിലോട്ടായിരിക്കും ക്രിംബ് ചെയ്ത് പോകുന്നത്. ഒരു സൈഡിലേക്ക് മാത്രമേ എന്തുള്ളൂ, ക്രിംബ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് വരത്തുള്ളൂ. പ്രോപ്പർ ആയിട്ട് രണ്ടിടത്തോട്ടും വരും, പക്ഷെ നമ്മൾ ഒരിക്കലും ഇതിങ്ങനെ പിടിച്ചിട്ട് തലയോട്ടിയിലോട്ട് ക്രിംബ് ചെയ്ത് കൊണ്ടുപോകില്ലല്ലോ, താഴത്തോട്ടല്ലേ വരുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനില്ല, ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ്. ഇപ്പൊ എപ്പോഴും ഈ സൂപ്പർ ക്രിംബർ എന്നുള്ളതൊന്ന് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണം എന്നുള്ളതും കൂടെ നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയ നമ്മൾ ഇത്രയും ഒരു പോർഷൻ വിട്ടിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ റൂട്ട്സ് നിന്ന് ഈ ക്രിംബിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേതാണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ പ്ലേറ്റ് ആണ്, നമുക്ക് ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് നമുക്ക് എവിടെ നിന്ന് തുടങ്ങണോ അവിടെ നിന്ന് തുടങ്ങാം. ഒരു കൂടിപ്പോയ ഒരു 1 സെന്റിമീറ്റർ ഒക്കെ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് വരത്തുള്ളൂ. റൂട്ട് നമ്മുടെ ഈ ഒരു ചെറിയ ഇവിടുന്ന് ഒരു 1 സെന്റിമീറ്റർ, ഇത്രയൊക്കെ നോർമൽ ക്രിംബറിൽ ഒരു ഗ്യാപ്പ് വരത്തുള്ളൂ. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഒരു 2 സെന്റിമീറ്റർ എങ്കിലും ഗ്യാപ്പ് വരും. വലിയ കുഴപ്പമുള്ള കാര്യമല്ല, പക്ഷെ എന്നാലും നമുക്ക് കുറച്ചും കൂടെ ഒരു നീറ്റ്നെസ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതും മറ്റേതും കൂടെ വെക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ ആക്ച്വലി ഇത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ച് നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്ന സമയത്ത്, മറ്റേത് കൈവച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പണി കൂടുതലാണെങ്കിലും ചെറിയൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്, ഈ ഒരു ഏരിയന്റെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റേത് യൂസ് ചെയ്യേണ്ടി വരും എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അല്ലാതെ നോക്കുമ്പോൾ ഇത് അടിപൊളിയാണ്. കുറച്ചൊന്ന് ആലോചിച്ചാൽ മതി, നമ്മളിത് ഇതുമായിട്ടൊന്ന് അറ്റാച്ച് ആവണം. അതായത് ഇത് യൂസ് ചെയ്തൊന്ന് നമുക്കൊന്ന് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങോട്ടാണ് വരുന്നത്, എങ്ങനെ പിടിക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ഓവർ ഹീറ്റിങ്ങിന്റെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. മൊത്തത്തിൽ നമുക്ക് പണി എളുപ്പമാണ്. ഇപ്പൊ മറ്റേത് നമ്മൾ പ്രസ് ചെയ്ത് നമുക്കിത് ഈ 2 വിരലിന്റെ അവിടെ ഇങ്ങനെ വേദന എടുക്കും ശരിക്കും, അല്ലെ? നമ്മൾ പ്രസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, നമ്മൾ അത്രത്തോളം പ്രസ് ചെയ്തെങ്കിൽ മാത്രമാണ് ഇത് ഒരു ഒറ്റ ടൈമിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എഗെയിൻ ഇത് അതേ സെയിം ഹെയർ എടുത്ത് നമ്മൾ പിന്നെ പ്രസ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിനില്ല. ഇത് കണ്ടോ, ഒറ്റ തവണ ചെയ്തപ്പോ തന്നെ ഉണ്ടോ 210 ഇട്ടേ ചെയ്തുള്ളൂ. അപ്പൊ 230 ഇട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി എന്ത് അടിപൊളിയായിരിക്കും എന്നുള്ളത്. അതിന്റെ ഒരു വ്യത്യാസം എപ്പോഴും നമ്മുടെ ഈ ഒരു ക്രിംബറിൽ കാണാം. അതുകൊണ്ടായിരിക്കും ഇതിനെ സൂപ്പർ ക്രിംബർ എന്ന് പറയുന്നത്. പിന്നെ നമ്മളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, ഒരു പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിൽ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളൊരു ഐക്കോണിക്കിന്റെ തന്നെ അതിപ്പം ഹീറ്റർ, നമ്മുടെ അയണർ ആണെങ്കിലും സ്ട്രൈറ്റനർ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഡ്രയർ ആണെന്നുണ്ടെങ്കിലും ക്രിംബർ ആണെന്നുണ്ടെങ്കിലും കേളർ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ എപ്പോഴും ഐക്കോണിക്കിന്റെ തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നമുക്ക് ലോങ് ടൈമിലേക്ക് അത് യൂസ് ചെയ്യാൻ നല്ലത്. ബാക്കി കമ്പനീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു ലോങ് റണ്ണിലൊന്നും നിൽക്കുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സോ നമ്മളൊക്കെ ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ അടുത്തും നമ്മുടെ സീനിയേഴ്സും ഒക്കെ, നമ്മുടെ ഗുരുക്കന്മാരൊക്കെ അവര് കുറച്ച് അത്രയും സീനിയേഴ്സ് ആയിരിക്കും. അപ്പൊ അവരൊക്കെ നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ഈ ഐക്കോണിക് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. സോ അത് അത്രയും നല്ലൊരു ബ്രാൻഡും ആണ്. അപ്പൊ അതിന്റെ ഒരു സൂപ്പർ ക്രിംബർ എന്ന് പറഞ്ഞ് വരുമ്പോൾ അത് മോശമാവില്ലല്ലോ. അപ്പൊ എനിക്ക് ഇതിനകത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ഈ ഒരു റൂട്ടിന്റെ ഒരു ഏരിയ ആണ്. കുറച്ചൊരു ഗ്യാപ്പ് വരും. ബാക്കി മൊത്തത്തിൽ അടിപൊളിയാണ്. എപ്പോഴും ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന്. ഒത്തിരി ഒന്നും പ്രതീക്ഷിക്കരുത്, അറിയാലോ ഐക്കോണിക് എന്നൊക്കെ ഒന്നും വലിയ ഓഫറൊന്നും വരില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. പിന്നെ ഈ ഒരു പുക പോലെ നമ്മുടെ ബാക്കിൽ കാണാൻ ഞാൻ മറ്റേ സാമ്പ്രാണി തിരി കത്തിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പൊ അത് മൊത്തത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കണ്ട എന്റെ ബൊമ്മേന്റെ അടിയിൽ കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ കാണാം. ചിൽഡ്രൻ ബൈ.